നമ്മുടെ ചെക്കന്മാരെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു യുദ്ധമാണ് പാല് കുടിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. ഇപ്പൊ ബോട്ടിൽ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര മടിയാണ് പാല് കുടിക്കാൻ. അല്ലുവിന് കൊടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ലാസ്റ്റ് ഞാൻ സഹി കെട്ടപ്പോൾ അഞ്ചുൻ്റെക്ക് ഏൽപ്പിച്ചുട്ടോ. അഞ്ചുപ്പം എങ്ങനെയൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു കുഞ്ഞ് സർപ്രൈസ് ആയിട്ടാണ് വരുന്നത്. ഇവർക്ക് ഊഞ്ഞാല ഭയങ്കര ഇഷ്ടമാണ്. പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാലി ഊഞ്ഞാലി എന്ന് പറഞ്ഞിട്ട് അതുമ്പോൾ കുറേ നേരം കിടന്ന് ആടാറുണ്ട്. അപ്പൊ സ്വന്തമായൊരു ഊഞ്ഞാല വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു. ഇതൊരു റൗണ്ട് ഊഞ്ഞാലയാണ്, കോട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതായത് നമ്മളിങ്ങനെ ടൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വേദന ഒന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ ആകെ ഒരു ഊഞ്ഞാലേ ഉള്ളൂ, 3 പേരുണ്ട്. ഇത് ഞങ്ങളത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആട്ടും എന്ന് വിചാരിച്ചപ്പോഴാണ് ഇവരെന്നെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ആദ്യം കാശിക്കുട്ടനെ ഇരുത്തി, പിന്നെ അല്ലുമോനെ ഇരുത്തി. അതിനുള്ളിൽ നമ്മൾ ആദ്യം കാശിക്കുട്ടനെ മടിയിലാക്കി സൈഡിലാക്കി ഇരുത്തി കൊടുത്തു. പിന്നെ അവനൊരു കംഫർട്ട് ഇല്ലായ്മ ഫീൽ ചെയ്തപ്പോൾ 3 ഞങ്ങൾ നിരത്തി ഇരുത്തി കൊടുത്തു. ആ ഒരു ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് പറ്റിയൊരു സ്ഥലം വീടിൻ്റെ ഉള്ളിലാന്ന് മനസ്സിലാക്കിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അഴിച്ചുവിട്ടാ. നല്ലതാണ്, വീടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകാൻ കാണാനായിട്ട്. കുഞ്ഞുകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ഞുകുട്ടികൾ മാത്രമല്ല വലിയ കുട്ടികളായ നമുക്ക് ഊഞ്ഞാലിടാൻ പറ്റും. അപ്പം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പം അച്ഛനാണെങ്കിൽ നാളെ ഒരു കല്യാണം ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഷർട്ടൊക്കെ ഇന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ ചേട്ടൻ ഷർട്ടൊക്കെ അച്ഛനും കറക്റ്റ് പാകമാണ്. കുട്ടിയും തടി വെച്ചല്ലോ. പിന്നെ എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്തു. പതിവ് പോലെ നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഡിസ്റ്റർബനായിട്ട് നമ്മുടെ ചെക്കന്മാർ നിൽക്കുന്നുണ്ട്, തൈര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈസ് അപ്പം അത്രേ ഉള്ളൂ. ചിലപ്പോൾ